ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാൻ. പാൽ വെണ്ണ എന്നിവ കവർന്നു നുകർന്നിരുന്ന കാർവർണ്ണനെ കൊതിയനെന്നു വിളിച്ച ലോകം ആ വെണ്ണ തോറ്റ മധുരം കലരും മകന്റെ ലാവണ്യമുണ്ടൊരു യശോദയെന്തു ചൊല്ലും. കണ്ണന്റെ കൺമിഴികളമ്പിളി മണ്ഡലത്തിൽ കർണങ്ങളമ്മ പറയുന്ന കഥാമൃതത്തിൽ പുണ്യങ്ങളാം ചൊടികൾ തൽസ്തന കുട്മളത്തിലുണ്ണിക്കരം ജനനി ചാർത്തിയ മൗക്തികത്തിൽ തൻ പാണിയിൽ ജനനിയമ്പിളിയെ പിടിച്ചു സമ്മാനമായി അരുളിയെന്നു കിശോരകൃഷ്ണൻ സ്വപ്നങ്ങൾ കണ്ടു പരനിർവൃതിയാലൊഴുക്കും സ്വച്ഛസ്മിതത്തിലുടൽ മുക്കിയുറങ്ങിടുന്നു. വൻമഞ്ഞു പൂണ്ടു ചെറുതായൊരു ലോകലത്തിൽ തന്മേനിയേതുമിളകാൻ കഴിയാത്ത വണ്ണം ബ്രഹ്മത്തിനെ ചരടുകൊണ്ടു പിടിച്ചു കെട്ടാനമ്മയ്ക്കു തോന്നിയൊരഹമ്മതിയെ തൊഴുന്നേൻ. കാർവർണ്ണനിമ്പമൊടു ഗോപികൾ കണ്ടു നിൽക്കെ കാൽ തെറ്റി വീണു കരയാൻ തുടരുന്ന നേരം എന്നുണ്ണി തങ്കമണി ചാടുകയാണു വീണില്ലെന്നമ്മ ചൊല്ലിയതു കേട്ടു ചിരിച്ചിടുന്നു. തൻ ഭക്തരാം പശുപബാലർ ചവിട്ടിടുന്നോരമ്പാടി തന്നിലെ മികച്ചൊരു മണ്ണുപോലും വെണ്ണക്കെഴുന്ന രുചിയോടമൃതേത്തു ചെയ്യും കണ്ണൻ കൃപാമയനനന്ദസുഖം തരട്ടെ. നന്ദന്റെ ഭാഗ്യപരിപൂർണിമയിൽ പുളച്ചു ചന്ദ്രസ്മിതപ്രഭയിൽ വേലിയുയർന്ന നേരം സൗന്ദര്യവാരിധിയിൽ മുങ്ങിയ പുണ്യവാന്മാർ സാന്ദ്രപ്രകാശമിയലും രതിമുത്തു നേടി. മേഘത്തിനില്ലഴകു ചന്ദ്രനു ചന്തമില്ല, ഭൃങ്കിക്കു ഭംഗിയുമൊരിത്തിരിയില്ല പാർത്താൽ. സൗന്ദര്യമെന്നതു മുകുന്ദമുഖത്തു മാത്രം പ്രത്യേകമായി വിളയുന്ന പദാർത്ഥമത്രേ. മാലോകർ തൻ
മുഖമതിൽ തെളിയുന്ന ഹാസം. ഹാലാഹലപ്പൊടി കലക്കിയ ദുഗ്ധമത്രേ പഞ്ചാര ചേർത്തൊരമൃതം ഗുരുവായൂരപ്പ. നിൻചാരുവക്ത്രമതിലെ സ്മിതമൊന്നു മാത്രം. കാമാരി കണ്ഠമതിൽ നീലനിറത്തിൽ മിന്നിക്കാണുന്ന കാന്തി വിഷമെന്നൊരു പക്ഷമുണ്ടാം. കണ്ണന്റെ മെയ്യിൽ മുഴുവൻ കളിയാടിടുന്ന കാറൊത്ത കാന്തി വിഷമല്ല അമൃതാണു സത്യം. പാടുള്ളതും സ്വമഹിമാവു മറച്ചു കാട്ടിൽ ക്രീഡിച്ചിടും ഹരിയിടയ്ക്കറിയാതെ തന്നെ ഓടിക്കിതച്ചു നെടുവേർപ്പു വിടുന്ന നേരം കോടിക്കണക്കുലകു തീർത്തു പുറത്തിടുന്നു. വൃന്ദാവനാവനിയിൽ മാധവ സംഗമത്തിൽ മന്ദാരബാലലത പൂത്തു തളിർത്തു മിന്നി പട്ടക്കരത്തുകിലുടുത്തു പകിട്ടുകൂടും പണ്ടങ്ങൾ മേനിയിലണിഞ്ഞൊരു രാധ പോലെ. കുന്നിന്റെ പിന്നിലകലെ കുഴലൂത്തുമായി കണ്ണൻ വരും വരവു കണ്ടു രസിച്ചിടുമ്പോൾ കന്നൽ കടാക്ഷമിയലും വ്രജഗോപികൾക്കു കണ്ണിന്നിമച്ചുമിഴി തീരെ അമാന്തമായി. വേർപാടുകൊണ്ടു ഭവനങ്ങളിൽ വെന്തിടുന്ന കാർവേണിമാരൊരു വിധം പകലത്ത നേരം കാർവർണ്ണനുണ്ണിയുടെ ബാലവിചേഷ്ടിതങ്ങൾ വർണ്ണിച്ചു തന്നെ പരനിർവൃതി നേടിടുന്നു. ദേഹം മറഞ്ഞു രമണീയതമങ്ങിയില്ല, വേണുസ്വനം വിളറി മാധുരി മാഞ്ഞതില്ല. രേണുക്കൾ പൊങ്ങിയതമർന്നു രസം കുറഞ്ഞില്ലേണാക്ഷിയാളൊരു ചമൽകൃതി കണ്ടു വീണ്ടും. ചെന്താമരാക്ഷനിവിടേക്കു വരാതിരിപ്പാനെന്താണു കാരണം എനിക്കു മനസ്സിലായി. കാന്താജനത്തിനു വശംവദനായി കഴിഞ്ഞാലെന്തമ്മയെന്തു ഗൃഹമെന്തു പിതാവു പിന്നെ. എന്നെ പിരിഞ്ഞു പല നാൾ മധുരാപുരത്തിൽ നന്ദിച്ചുമേവിയ നിലക്കിനീങ്ങു കൃഷ്ണൻ വന്നീലയെങ്കിലും എനിക്കഴലില്ലയാളെ കണ്ടീലയെങ്കിലും എനിക്കു കഴിഞ്ഞുകൂടും. കാർവർണ്ണ നാമിരുവർ തമ്മിൽ വളർന്നു വന്ന നിർവ്യാജമൈത്രിയുടെ വൈഭവമാരറിഞ്ഞു. സർവാമയത്തിനും അതൗഷധമാണെനിക്കു നിർവാണമാകിയൊരവസ്ഥയുമായതത്രേ. കഷ്ണിച്ചു തൽപദവിയത്ര തിരഞ്ഞു ചേതസഷ്ണിച്ചു കൊണ്ടിനി നമുക്കു തിരിക്ക നല്ലു. കൃഷ്ണാനദീതരള ശീതളവായുവേറ്റു കൃഷ്ണൻ വരുന്നതുവരേക്കിവിടത്തിൽ വാഴാം. ലീലാസ്മിതം ലളിതമാമൊളിയാൽ ചമച്ച പാലാഴി വീച്ചിലൊളിച്ചു കിടന്നു കൃഷ്ണൻ. മാലാർന്നുതിർത്ത മിഴിനീർപ്പുഴയിൽ തിരഞ്ഞു ചേലാർന്ന രാധ കടൽ വർണ്ണനെ വീണ്ടെടുത്തു. ആമോദമോടു യമുനോപവനത്തിൽ വെച്ചു
ദാമോദരൻ ദൈതഗോപികളോടുകൂടി പ്രേമേന്ദു ചന്ദ്രികയിൽ മാമുനിമാർക്കു പോലും ഹൃന്മോഹനങ്ങൾ പുതുകേളികളെത്രയാടി. കെട്ടിപ്പിടിച്ചു ഹരി രാധിക തന്റെ കണ്ഠം, പൊട്ടിത്തരിച്ചു തരുണിക്കു ശരീരമെല്ലാം. പൊട്ടിച്ചിരിച്ചു കളിയായി പ്രിയയോടു കൃഷ്ണൻ തട്ടിപ്പറിച്ചു തളിർവെറ്റില വായിലിട്ടു. താരിൽ കുലത്തിലളിതേൻ നുകരുന്ന കാട്ടിൽ താരാധിപന്റെ കതിരിൽ കുതിരൊന്നൊരാറ്റിൽ നാരായണന്റെ ചുമലിൽ തല ചാച്ചുകൊണ്ടു നാരീലലാടമണി രാധയുറങ്ങിടുന്നു. കന്നിൻ കിടാങ്ങൾ കഴൽ നക്കിയിളക്കിടുമ്പോൾ പൊന്നിൻ ചിലമ്പുകൾ കിലുങ്കിലുമെന്നു കൊഞ്ചി തന്നങ്കി തൻ ചെവികളെ കിരുണിപ്പെടുത്തി കണ്ണൻ പ്രിയാങ്കതലമേറിയുറങ്ങിടുന്നു. ലാവണ്യമാതൃകകളാം വ്രജഗോപിമാരിൽ താരുണ്യമാകിയ വസന്ത സമാഗമത്തിൽ ആരുണ്യമാർന്നു വിടരും പുതുരാഗപുഷ്പം കാരുണ്യമോടെ നുകരാനൊരു വണ്ടു വന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ആത്മസമർപ്പണത്തിൻ്റെ ഈ അക്ഷരപൂജ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 913 ദിവസം. ഇന്ന് ഓട്ടൂരുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ പരമാവധി എന്ന ശ്ലോക സപര്യയുടെ 2ാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി പാലക്കാട് മണപ്പുള്ളിക്കാവ് ഭഗവതി കല്യാണ മണ്ഡപത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം മാഹാത്മ്യത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സമർപ്പണത്തോടുകൂടി 7 ദിവസങ്ങളിലായി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഈയുള്ളവൻ്റെ ആചാര്യതയിൽ ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഭാഗവത സപ്താഹ വേദിയിലേക്ക് സാദരം ഭക്തി സമന്വിതം ക്ഷണിക്കുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം, ആശ്രയ ലക്ഷണത്തോടുകൂടിയ സ്കന്ധം. ഇതിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം പരീക്ഷത്തിന്റെ ചോദ്യത്തോടുകൂടി ആരംഭിക്കുകയാണ്. നിരവധി രാജാക്കന്മാരുടെ കഥ പറഞ്ഞ ശ്രീ ശുകബ്രഹ്മർഷി അതിൻ്റെ ഒടുക്കത്തിൽ പറഞ്ഞു, ഇത് അല്ല കേൾക്കേണ്ടത്, മറിച്ച് ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ സജ്ജനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രത്തെയാണ് നമ്മൾ കേൾക്കേണ്ടത്, സ്മരിക്കേണ്ടത്, അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞു നിർത്തിയപ്പോഴാണ് പരീക്ഷിത്ത് ശ്രീ ശുകബ്രഹ്മർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, കേനോപായേന ഭഗവൻ കലേർദോഷാൻ കലൗ ജനാഹ വിധമിഷ്യന്ത്യുപചിതാം തന്മേ ബ്രൂഹി യഥാമുനെ യുഗാനി യുഗധർമാംശ്ച മാനം പ്രളയകൽപ്പയോഹോ കാലസ്യേശ്വരരൂപസ്യ ഗതിം വിഷ്ണോർ മഹാത്മന. 2 ശ്ലോകങ്ങളാണ് പരീക്ഷത്തിന്റെ ചോദ്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഹേ ഭഗവൻ, സർവജ്ഞനായിരിക്കുന്ന ശ്രീ ശുകബ്രഹ്മർഷേ, കലൗ ജനാഹ, കലിയുഗത്തിൽ ജനങ്ങൾ ഉപചിതാൻ കലേ ദോഷാൻ,
വർദ്ധിച്ചിരിക്കുന്ന കലിദോഷങ്ങളെ കേന ഉപായേന വിധമിഷ്യന്തി, ഏതൊരു ഉപായം കൊണ്ട് അതിനെ നശിപ്പിക്കും. തത് യഥാമേ ബ്രൂഹി, അത് എന്നോട് വേണ്ടതുപോലെ പറഞ്ഞു തരണേ. യുഗാനി യുഗധർമാംശ്ച പറഞ്ഞു. ഈശ്വരരൂപസ്യ കാലസ്യ, എല്ലാത്തിൻ്റെയും നിയന്താവായി ഈശ്വരനായി കാലസ്വരൂപനായി മഹാത്മനഃ, എല്ലാത്തിലും ആത്മാവായിരിക്കുന്ന വിഷ്ണോഹോ, വിഷ്ണുവിൻ്റെ ഗതിം, ഗതിയായിരിക്കുന്ന പ്രളയകൽപ്പയോഹോ, പ്രളയത്തിൻ്റെയും കൽപ്പത്തിൻ്റെയും മാനം, പരിണാമത്തെയും പരിമാണത്തെയും അതേപോലെ തന്നെ യുഗാനി, യുഗങ്ങളെയും യുഗധർമാഞ്ച, യുഗധർമ്മങ്ങളെയും ബ്രൂഹി, പറഞ്ഞു തരണേ എന്ന് പറയുന്നു. ഇപ്പൊ കലി വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ കലിദോഷങ്ങൾ വർദ്ധിക്കുമ്പോൾ ഭഗവത് ഭക്തി ജനങ്ങൾക്ക് ഉണ്ടാവില്ല, സ്വാഭാവികമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ അവർക്ക് ഭക്തി ഉണ്ടാവാൻ മഹർഷിയോട് ചോദിക്കുകയാണ്, കലിയുഗത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ ദോഷങ്ങളെ, ഈ മാലിന്യങ്ങളെ അകറ്റാൻ, ഇതിനെ നശിപ്പിക്കാൻ ഏതൊരു ഉപായമാണ് എന്ന് പറഞ്ഞു തരണേ എന്ന് ചോദിക്കുന്നു. കാരണം അത് അങ്ങയ്ക്കറിയാം, അത് എന്നോട് വേണ്ടതുപോലെ പറഞ്ഞു തരണേ. പരീക്ഷത്തിനറിയാം, 7ാമത്തെ ദിവസം തൻ്റെ മരണം, താൻ മരണത്തോട് അടുത്തു കഴിഞ്ഞു, ഇനി ഒരു ദിവസം കൂടിയുള്ളൂ. പക്ഷേ കലിയുഗത്തിൽ ഇനിയും ഒരുപാട് ആളുകൾ ജീവിക്കാനുണ്ട്. ആ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പരീക്ഷത്ത് ചോദിക്കുകയാണ്, എങ്ങനെ കലിമാലിന്യങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും? സംഹാരകാലത്തിൻ്റെയും സ്ഥിതികാലത്തിൻ്റെയും അവധിയെക്കുറിച്ച്, യുഗങ്ങളെക്കുറിച്ച്, അതേപോലെ ഓരോ യുഗത്തിലും അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മങ്ങളെക്കുറിച്ച്, എല്ലാത്തിലും ആത്മാവായി എല്ലാത്തിൻ്റെയും നിയന്താവായി ഈശ്വരനായി കാലരൂപിയായിരിക്കുന്ന ആ ഭഗവാൻ വിഷ്ണു, ആ വിഷ്ണു തന്നെയാണ് കാലസ്വരൂപനായിരിക്കുന്ന മഹേശ്വരൻ. അതുകൊണ്ട് കാലപരിമാണം അറിയുന്നത്, ഈശ്വരസ്വരൂപത്തെ അറിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരണേ. ശ്രീശുബ്രഹ്മർഷി ഇത് കേട്ടിട്ട് പറഞ്ഞു, കൃതേ പ്രവർത്തതേ ധർമ്മശ്ചതുഷ്പാസ്തജ്ജനൈർധൃത സത്യം ദയാ തപോദാനമിതി പാദാ വിഭോർനൃപ. ചതുഷ്പാത്, 4 പാദങ്ങളോട് കൂടിയ ധർമ്മം. കൃതേ, ഈ കൃതയുഗത്തിൽ പ്രവർത്തതെ, പ്രവർത്തിക്കുന്നു. തജ്ജനൈഹി, ആ യുഗത്തിലെ ജനങ്ങളാൽ ധൃത, ധരിക്കപ്പെടുന്നു. അല്ലയോ രാജാവേ, നൃപ. വിഭോ, പരിപൂർണമായ ആ ധർമ്മത്തിന്റെ പാദങ്ങൾ 4 പാദങ്ങളാണ് എന്ന് പറഞ്ഞു. സത്യം, ദയ, തപ, ദാനം, ഇത് 4മാണെന്നാണ്. സത്യം, കരുണ, തപസ്, ദാനം, ഇത് ഇപ്രകാരമാണ് എന്ന് പറഞ്ഞു. കൃതയുഗത്തിന്റെ ധർമ്മങ്ങൾ, ഓരോ യുഗത്തിന്റെയും ധർമ്മത്തെക്കുറിച്ചും യുഗങ്ങളെക്കുറിച്ചും ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പോ അറിയാനുള്ള ആഗ്രഹം പരീക്ഷിത്ത് പങ്കുവെച്ചപ്പോ ശ്രീശുബ്രഹ്മർഷി പറയുന്നു, കൃതയുഗത്തിൽ ധർമ്മം 4 പാദങ്ങളോട് കൂടിയതാണ്, 4 കാലുകളോട് കൂടിയതാണ്. ആ യുഗത്തിൽ ഉള്ള ജനങ്ങൾ അല്ലെങ്കിൽ ആ യുഗത്തിൽ ജനിക്കുന്ന ജീവൻ ആ ധർമ്മത്തെ നിലനിർത്തുന്നു. ഏതിലൂടെ? ധർമ്മത്തിന്റെ 4 പാദങ്ങൾ സത്യം, ദയ അല്ലെങ്കിൽ കാരുണ്യം, തപസ്, ദാനം ഇവയാണ്. സന്തുഷ്ട, കരുണ, മൈത്ര, ശാന്ത, ദാന്ത, സ്ഥിതിക്ഷവ, ആത്മാരാമ, സമദൃശ, പ്രായശ ശ്രമണാ ജനാഃ. സന്തുഷ്ടാഃ, സന്തോഷിച്ചവർ, കരുണാഃ, കാരുണ്യമുള്ളവർ, മൈത്രാഃ, മിത്രഭാവമുള്ളവർ, ശാന്ത, മനസ്സിന് അടക്കമുള്ളവർ, ദാന്ത, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവർ, തിതിക്ഷവ, സഹനസ്വഭാവം, തിതിക്ഷയുള്ളവർ, ആത്മാരാമാഹ, ആത്മാവിൽ രമിക്കുന്നവരായിട്ടുള്ളവർ, സമദൃശഃ, എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നവർ, പ്രായശഃ ജനാഹ ശ്രമണാഹ, മിക്കതും ജനങ്ങൾ ശ്രമിക്കുന്നവർ. അപ്പോ ആദ്യത്തെ യുഗമായ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗത്തിന്റെ പ്രത്യേകതകൾ പറയുകയാണ്. പ്രായേണ, പൊതുവിൽ കൃതയുഗത്തിലുള്ള ആളുകൾ പ്രാരബ്ധമനുസരിച്ച് ലഭിക്കുന്നതിൽ സന്തോഷിക്കുന്നവരായിട്ട് തീരും. യദൃച്ഛാലാഭ സന്തുഷ്ടരായിരിക്കും അവര് എന്നാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ തീർക്കണം എന്ന കാരുണ്യം ഉള്ളവരായിരിക്കും. മറ്റുള്ളവരോട്
എല്ലാവരോടും മിത്രഭാവത്തിൽ സൗഹൃദത്തോടു കൂടി കഴിയുന്നവരാവും. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ദാന്ത ശാന്ത. ശാന്ത എന്ന് പറഞ്ഞാൽ മനസ്സിനെ അടക്കിയവര്, അതേപോലെ ദാന്ത എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അടക്കിയവര്. അപ്പൊ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അല്ലെങ്കിൽ വപുസ്സിനെയും അടക്കിയ ആളുകൾ. തിതിക്ഷവഹ, സുഖദുഃഖ ദ്വന്ദ്ങ്ങളെ രണ്ടിനെയും ഒരേപോലെ കാണുന്ന ആളുകൾ. സഹിക്കാനുള്ള സഹന സ്വഭാവം ഉള്ളവർ. ആത്മാരാമന്മാര്, ആത്മാവിൽ രമിക്കുന്നവരാണ്, ദേഹത്തിൽ രമിക്കുന്നവരല്ല, ആത്മാരാമന്മാരാണ്. വർണ്ണാശ്രമ ഭേദഭാവനകൾ കൂടാതെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ അതല്ലെങ്കിൽ ബ്രഹ്മചാരിയെന്നോ ഗൃഹസ്ഥനെന്നോ വാനപ്രസ്ഥനെന്നോ സന്യാസിയെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ബാലനെന്നോ വൃദ്ധനെന്നോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്നവരാണ്. അതേപോലെ ഈശ്വര ധ്യാന തൽപരരാണ്. നമ്മളിപ്പോ പറയുന്നില്ലേ സമഭാവന, അല്ലെ സോഷ്യലിസം എന്നൊക്കെ പറയും. അത് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലമാണ് ആദ്യത്തെ യുഗം, കൃതയുഗം എന്നുള്ളത്. അപ്പൊ കൃതയുഗത്തിൽ ആളുകൾ ഇത്തരത്തിലായിരുന്നു. സന്തോഷമുള്ളവർ, കാരുണ്യമുള്ളവർ, മൈത്രി എല്ലാവരോടും വെച്ചു പുലർത്തുന്നവർ, മനസ്സിനെയും വപുസ്സിനെയും അടക്കിയവർ, തിദിക്ഷയോടുകൂടിയവർ, ആത്മാരാമന്മാരായി എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് ഈ കൃതയുഗത്തിലെ ആളുകൾ എന്ന് പറയുന്നു. എല്ലാവരും ഈശ്വര ധ്യാനത്തിൽ താല്പര്യമുള്ളവരാകും. ത്രേതായാം ധർമ്മപാദാനാം തുര്യാംശോ ഹീയതേശനൈ അധർമ്മപാതൈർ അനൃത ഹിംസാ സന്തോഷ വിഗ്രഹൈ. ത്രേതായാം, ത്രേതായുഗത്തിലേക്ക് വരുമ്പോഴോ ധർമ്മപാദാനാം തുര്യാംശ, ധർമ്മപാദങ്ങളുടെ നാലിലൊരംശം. അനൃത ഹിംസാ സന്തോഷ വിഗ്രഹൈ, അനൃതം ഹിംസ അസന്തോഷം, ഹിംസ അസന്തോഷ വിഗ്രഹൈ, വിഗ്രഹം എന്ന അധർമ്മപാദത്താൽ ശനൈ മെല്ലെ മെല്ലെ ഹീയത്തെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. ത്രേതായുഗത്തിൽ ധർമ്മത്തിന്റെ സത്യം, ദയ, തപസ്, ദാനം ഈ 4 കാലുകളിൽ 4/1 ഭാഗം കുറയും. അവിടെ എന്തുവരും? മറ്റ് അധർമ്മത്തിന്റെ 4 പാദങ്ങളുണ്ട്. അസത്യം, പ്രാണിഹിംസ, അസന്തോഷം അല്ലെങ്കിൽ തൃപ്തിയില്ലായ്മ, ഭൂതകലഹം. ഇത് അല്പാൽപം കടന്നു വരും. അങ്ങനെ ത്രേതായുഗത്തിൽ ഈ ധർമ്മത്തിന്റെ പാദങ്ങൾക്ക് ക്ഷയം സംഭവിക്കും. തഥാ ക്രിയാതപോനിഷ്ഠ നാതിഹിംസ്ര നലംപട ത്രൈവർഗികാസ്ത്രയീ വൃദ്ധ വർണ്ണ ബ്രഹ്മോത്തരാ നൃപ. തഥാ അപ്പോ ജനാഹ ജനങ്ങൾ ക്രിയാതപോനിഷ്ഠാഹ ക്രിയയിലും തപസ്സിലും നിഷ്ഠയുള്ളവരും നാതിഹിംസ്ര വലിയ ഹിംസ ചെയ്യാത്തവരും നലംബട വിഷയത്തിൽ അത്യാസക്തരല്ലാത്തവരും ത്രൈവർഗിക 3 പുരുഷാർത്ഥങ്ങളെ പ്രമാണിക്കുന്നവരും ത്രയീവൃദ്ധ വേദകർമ്മ നിപുണന്മാരുമാകുന്നു. വർണ്ണ ബ്രഹ്മോത്തര വർണ്ണങ്ങൾ ബ്രാഹ്മണ പ്രാധാന്യമുള്ളതായിട്ട് മാറും. ത്രേതായുഗത്തിലെ ജനങ്ങൾ ഇത്തരം ധ്യാനത്തിലല്ല, മറിച്ച് യജ്ഞാദി കർമ്മങ്ങളിലും ഉപവാസാദികളാകുന്ന തപസ് തുടങ്ങിയതിലും ശ്രദ്ധയുള്ളവരായിരിക്കും. വലിയ ഹിംസ ചെയ്യാത്ത ആളുകളാവും. വിഷയങ്ങളിൽ അത്യാസക്തി ഇല്ലാത്തവരും. ആസക്തി ഉണ്ടാവും, അത്യാസക്തി ഉണ്ടാവില്ല. ധർമ്മം, അർത്ഥം, കാമം ഇതിൽ മനസ്സിരുത്തുന്നവരാവും. മോക്ഷോപായത്തിലേക്ക് അല്ല അവരുടെ താല്പര്യം. ധർമ്മം, അർത്ഥം, കാമം ഇതാണ് ത്രൈവർഗിക എന്ന് പറയുന്നത്. പിന്നെ വേദോക്ത യാഗാദി കർമ്മങ്ങൾ യഥാക്രമം നടത്താൻ സമർത്ഥരായിരിക്കും. വേദകർമ്മ നിപുണന്മാരായി മാറും. 4 വർണ്ണങ്ങളിൽ ആ ബ്രാഹ്മണർക്ക് അധികം പ്രാധാന്യം വരും ഈ യുഗത്തിൽ, ത്രേതായുഗത്തിൽ എന്ന് പറയുന്ന 21-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. നാളെ നമുക്ക് 22-ാമത്തെ ശ്ലോകത്തോടു കൂടി ദ്വാപരയുഗത്തിലെയും കലിയുഗത്തിലെയും ആ പ്രത്യേകതകള് ഭഗവാൻ വേണ്ട പോലെ പറഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭാരതിയൊഴി
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ
ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.